എല്ലാവർക്കും താങ്ക് യു. കാരണം എന്താ പറയുന്നത് അറിയില്ല, ഈ നിമിഷം നമ്മൾ ഒരു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന നല്ലൊരു മൂവി ഉണ്ടാക്കിയതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മയും ഈ എന്താ പറയുക, നമ്മളെല്ലാവരും ഇത്ര നാളും ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ നാളെ എത്തും ഇപ്പോൾ ഭയങ്കര അടിപൊളി. താങ്ക് യു സോ മച്ച് നമ്മളെല്ലാം ഏറ്റെടുത്തതിൽ. അപ്പം എന്താ പറയുന്നത്, സീൻ മാറ്റെന്ന് പറഞ്ഞാണ്. സീൻ മാറ്റി. ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നെ രാത്രി. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എന്താ പറയാ, ഓരോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പടത്തിന്റെ ഡൈനാമിക് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ സൈഡിലോട്ട് നോക്കി ആൾക്കാർ എങ്ങനെയാണ് ഇത് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം സീറ്റിന്റെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ നഖം കടിക്കുന്നുണ്ടെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം. ആൾക്കാർ ടെൻഷൻ അടിച്ച് മരിക്കണ്ടായിരുന്നു. അപ്പം ഇമോഷൻ ഞാനും കുറച്ച് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ആൾക്കാർ കൂടെ ഒരുമിച്ചിരുന്ന് കണ്ടപ്പം ഭയങ്കര ഇമോഷണലായി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കിയെല്ലാം ഭയങ്കര ബേസ് സന്തോഷമായിരുന്നു. ആദ്യം വന്നവർക്ക് ഇത്രയും ക്യാമറകൾ, ഇത്രയും ആൾക്കാർ, അതിനാദ്യം വലിയൊരു നന്ദി. ക്യാമറ ഒരുമിച്ച് കാണാൻ പറ്റി. ആസ് എ ഫിലിം മേക്കർ വെരി ഹാപ്പി. ആദ്യം നന്ദി ടു ദ ഹോൾ ക്രൂ. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞത് വലിയൊരു പരിപാടിയാവും. അതുകൊണ്ട് ടു ദ ക്രൂ ആൻഡ് ദ കാസ്റ്റ് ആൻഡ് ദ ഓഡിയൻസ് ആൻഡ് എബോവ് ഓൾ ദാറ്റ് ദ റിയൽ മഞ്ഞുമൽ ബോയ്സ്. അവരുള്ളതുകൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത്. അവർ അനുഭവിച്ച കഷ്ടപ്പാട് കൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ലെറ്റ്സ് റിമെമ്പർ ദാറ്റ് ആൻഡ് ക്ലാപ്സ് ടു ദാറ്റ് ബോയ്സ്. താങ്ക് യു. അടുത്തത് പടത്തിന്റെ അദൃശ്യ അൺസങ് ഹീറോ. കാര്യങ്ങൾ അജയനെ പറ്റി വരട്ടെ. അജയനെ സംസാരിക്കാം. ഇതില് ഇല്ല, ലെറ്റ് ഹിം ടോക്ക്. ഹലോ, വളരെയധികം സന്തോഷമുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് ഇത്രയധികം ക്യാമറകൾ ഒരുമിച്ച് കാണുന്നത്. കൊച്ചിയിലെ ഇത്രയും നമുക്ക് വളരെ സന്തോഷമായി. ഈ സിനിമയോടൊപ്പം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. ഇത് വലിയൊരു സിനിമയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ എന്താണ് സുഷിൻ പറഞ്ഞത്. സുഷിൻ കുറെ പ്രാവശ്യമായിട്ട് കണ്ട ഒരു സിനിമയായിരിക്കും അത്. ഇപ്പൊ നമ്മൾ എഡിറ്റിന്റെ അതുപോലെ മ്യൂസിക് ചെയ്യുമ്പോഴൊക്കെ. അപ്പൊ അത് ഞങ്ങളൊക്കെ അത്രയും ബുദ്ധിമുട്ടി ചെയ്തൊരു ഇതാണ്. പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്തൊരു വർക്കായിരുന്നു ശരി. നിങ്ങൾക്ക് ആ സിനിമ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും. അത്രയും ഹൈറ്റുള്ള ഒരു സ്ഥലം, നമ്മൾ അത്രയും വലിയൊരു സ്ഥലം, അതിന്റെ കുഴികൾ, അങ്ങനെയൊക്കെ നമ്മൾ അത്രയും ചെയ്തെടുത്ത് നമ്മൾ അതിന്റെ റിയൽ ലൊക്കേഷനിൽ പോയി അത്രയും നമുക്ക് കുറെ കഷ്ടപ്പാടുണ്ടായിരുന്നു ഈ സിനിമ. പക്ഷെ അതൊക്കെ ഈ നമ്മൾ ഇങ്ങനെ സക്സസ് ആയി വന്നത് ഭയങ്കര സന്തോഷമാണ്. സിനിമയോടൊപ്പം നിന്ന് ആ സിനിമയിൽ നമ്മുടെ പാർട്ട് കൂടി അതിൽ നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് അത്ഭുതമായിരുന്നു. മറ്റത് ആളുടെ അത് ചെയ്തു വെച്ചെന്ന് പറയുന്നതല്ലാതെ അത് ചെയ്തത് അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിടത്ത് നമ്മൾ വിചാരിക്കില്ല. എല്ലാ ആളുകളും മറ്റത് നമ്മൾ സ്ക്രീനിൽ മാത്രമാണ് ഇവരുടെ ലോഗോ മാത്രം കാണുന്നത്. ഓൺലൈൻ സപ്പോർട്ടേഴ്സ് അപ്പൊ എല്ലാവർക്കും നന്ദി. ഒരു കാര്യം ആഡ് ചെയ്യാൻ, ഈ പടത്തിലായിട്ട്
കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാവും, ഏതാണ് ഇതെന്ന് മനസ്സിലാവില്ല. ഇതിൽ അതാണ് അജയേട്ടൻ്റെ വിജയം. താങ്ക് യു. ഹലോ, താങ്ക് യു സോ മച്ച്. ശരിക്കും സന്തോഷത്തെക്കാളും ഒരു പ്രൗഡ് മൊമെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സിനിമ, ഇത്രയും ഒരു ഗംഭീര സിനിമ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വലിയ പ്രൗഡ് മൊമെന്റ് നമ്മൾ നിൽക്കുന്നത്. സോ എന്തായാലും പടം ഹലോ പടം വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സോ പടം കാണാം. താങ്ക് യു സോ മച്ച്. അല്ല, സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ സിനിമ ഞാൻ ഫുള്ള് ഒരു സിനിമ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സിനിമ കേൾക്കണോ? അപ്പോൾ കാണണം എന്ന് ആഗ്രഹിച്ചൊരു സിനിമയാണ്. കാരണം ഇത്രയും സിനിമ അഭിനയിച്ചതിന് ശേഷം നമ്മളൊരു സിനിമ എന്താണ് ഇപ്പൊ സുഷിൻ പറഞ്ഞു മലയാള സിനിമയുടെ സിനിമ. അപ്പൊ അല്ല, അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ 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 എന്താണെന്ന് കണ്ടൊരു സിനിമയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഈ സിനിമയിൽ അഭിനയിച്ച സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ വർഷത്തിന് ശേഷം ഇപ്പൊ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഈ സിനിമ നിലനിൽക്കും. ഉറപ്പായിട്ടും നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. മലയാള സിനിമയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. കാരണം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് നമ്മളൊക്കെ അഭിനയിച്ച ആൾക്കാരാണെങ്കിലും നമുക്ക് അറിയുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും നമ്മൾ ഈ പടം ഡയറക്റ്റ് ചെയ്ത് ചെയ്തുവാണെങ്കിലും നമുക്കതിന് ഇമോഷണലി എവിടെയെങ്കിലും കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ സക്സസ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സീക്വൻസിൽ ഭയങ്കര ഇമോഷണലി ടച്ചായി ചില സീനിലൊക്കെ ഞാൻ കാര്യം. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തൊരു സിനിമയാണ്. ഇപ്പൊ ഇത്രയും വർഷമായിട്ട്. അപ്പം ഉറപ്പായിട്ടും ഈ സിനിമ മലയാള സിനിമകളോടൊപ്പം ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരും ഈ സിനിമയിലെ ടെക്നീഷ്യൻസും ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ടും അല്ലെങ്കിൽ ജെനുവിനായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ സിനിമ നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. മലയാളം സിനിമയിലുള്ളിടത്തോളം കാലം സിനിമ നിലനിൽക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഉറപ്പായിട്ടും നിലനിൽക്കും. ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ, ഇത് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം പറയുന്ന ഒരു 100 ദിവസം കടക്കും ഈ സിനിമ. ഉറപ്പായിട്ടും അങ്ങനെ കിടക്കട്ടെ. ഈ സിനിമയിൽ ഭാഗമാകാൻ പറ്റിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത്രയും വലിയ സിനിമ ഒരു സ്റ്റാറിന് അല്ലെങ്കിൽ ഒരാൾക്കൊരു 100 കോടി അല്ലെങ്കിൽ ഒരു 10 കോടി കൊടുത്ത് അഭിനയിച്ചൊരു സിനിമയല്ല. കാരണം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗഭിക്കാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്ത്. അല്ല, അത്രയും പ്രൊഡ്യൂസ് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ സൗഭിക്കാണ് ഇങ്ങനത്തെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, കാരണം ഈ സിനിമ എന്താണെന്നോ ഈ സിനിമ മുൻകൂട്ടി കാണണം. ഈ സിനിമ എന്തായിരിക്കും, ഇതിന്റെ ഔട്ട്കം എന്തായിരിക്കും, ഈ സിനിമ ഇന്ന് തിയേറ്ററിൽ നമ്മൾ കണ്ട ഒരു വേർഷൻ സിനിമ കാണാനുള്ള ഒരു കഴിവ് മുൻകൂട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും പൈസ ഈ സിനിമയ്ക്ക് മുടക്കാൻ വേണ്ടി ഒരാൾ തയ്യാറാവുള്ളൂ. അപ്പോൾ അങ്ങനെ മുടക്കിയതിന് ഈ സിനിമയ്ക്ക് അങ്ങനെ മുടക്കാൻ കാണിച്ചൊരു ഇതിന് ഉറപ്പായിട്ടും മനസ്സിൽ സൗഭിക്ക് താങ്ക് യു. പിന്നെ ഇതിൽ കാസ്റ്റ് ചെയ്ത് ഗണപതി എപ്പോഴും ഞാൻ ഗണപതി തന്നെ കാസ്റ്റ് ചെയ്ത്. അപ്പോൾ ഗണപതിക്ക് താങ്ക് യു. കാരണം ഈ സിനിമ നിലനിൽക്കും, അത് 100% ഉറപ്പാണ്. താങ്ക് യു. എല്ലാം ഈ സിനിമ കാണുക. ഈ സിനിമ ദി ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സിന് ഡെഡിക്കേറ്റ് ചെയ്തു നമ്മളെല്ലാവരും. അപ്പം അവരുടെ കഥ ചെയ്തു വളരെ ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ട് ഷെജുക്ക, സൗഭിക, സുഷിൻ എല്ലാവരും. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട്, സ്നേഹം വേണം. താങ്ക് യു സോ മച്ച്. പടം കാണാൻ താങ്ക് യു. ഇതിൽ നമ്മളിപ്പോൾ ഇതുവരെ മുമ്പുള്ള പ്രൊമോഷൻസ് ഉള്ളത് മഞ്ഞുമൽ ബോയ്സ് ആണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പടം ഏതായാലും ഇറങ്ങി. ഇതിൽ നമ്മുടെ തമിഴ് കാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേര് നമുക്ക് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. വിജയ് മുത്തു സർ,
சினிமாவுக்கு ஃபஸ்ட்டு இந்த படத்து மூலமாக வர்றேன். சில பேருக்கு லாங்குவேஜ் புரியாமல் இருக்கலாம். தமிழ் இருந்தாலும் நம்ம சொல்ல வர விஷயம் இந்த படத்தில் நான் ரொம்ப தேங்க்ஸ் பண்ணிக்கிறது சித்து சார், அப்புறம் என்னோட ப்ரொடியூசர் சர்ஜன் சார், அப்புறம் என்னோட காஸ்டியூம் டைரக்டர், இதுக்கு மேலே என்னுடைய கேமராமேன், என்னுடைய மியூசிக் டைரக்டர், ஆல் ஆஃப் என்னுடைய வாய்ஸ். இவங்க இது சில இடங்கள்ல அடிச்சதெல்லாம் ஒரிஜினலாகவே தான் அவங்க மேலே பட்டது. அதுக்கெல்லாம் இந்த இடத்துல சாரி சொல்லிக்கிறேன். அப்புறம் இந்த படம் வந்து எல்லாருமே வந்து இன்னைக்கு இவ்வளவு தூரம் ஆடியன்ஸ்க்கு கொண்டு சேர்த்துருக்குன்னா இந்த படத்துக்கு முன்னாடி ஒரு ப்ரொடியூசருக்கு எவ்வளோலாம் பேலன்ஸ் பண்ணியிருக்காங்கிறது இதில் ஒரு பெரிய விஷயம் இருக்கு. என்னன்னா மார்னிங் அந்த லிஸ்ட்ல இந்த 11 பேரும் அந்த 7 o'clock அங்கே ஷூட்டிங் ஸ்பாட்ல அசம்பிள் ஆகும். இதுக்கு இவங்க 4 o'clock அந்த ஸ்பாட்டுக்கு வந்தாகும். இந்த 4 o'clock வந்தாங்கன்னா தான் அந்த லிஸ்ட்டு வெளியில போறக்குள்ளேயே இந்த ஷார்ட் எடுத்து முடிச்சாகும். அந்த ஷார்ட் 2 hours தான் எடுக்க முடியும். அப்புறம் பிரேக் விட்டுருவாங்க. அப்புறம் பிரேக் விட்டு ஈவினிங் தான் அந்த ஒரு 2 hours தான் ஷூட் போகும். ஸோ இதை ப்ரொடக்ஷன் பண்றதுக்கு எவ்வளவு பெரிய தைரியம் வேணுங்கிறதுக்கு சௌபின் சார் உண்மையிலேயே அந்த குகைக்குள்ள எல்லா ஆர்டிஸ்டும் ஒரே ஷாட்ல இருந்தாலும் ஒரு ஆளுக்கு ஏதாவது ஃபீவர் இந்த மாதிரி ஏதாவது ப்ராப்ளம் வந்தோம்னா அந்த தொடர் ஷூட் போக முடியாது. ஸோ இந்த மாதிரிலாம் அந்த படம் ரொம்ப இயற்கையோட பல சுச்சுவேஷனை தாண்டி தான் இந்த மூவி வந்திருக்கு. இது கேரளா ஆடியன்ஸ் இல்லை, வேர்ல்ட் ஆஃப் எல்லாருக்குமே கனெக்ட் ஆகக்கூடிய ஒரு படம். எல்லா இடத்துலையுமே நீங்க கேமராமேன்லயே ஒரு 6 மஞ்சுவேல் பாய்ஸ் இருப்பீங்க, அந்த மாதிரி தான் இந்த படம். ஸோ அந்த மாதிரி எல்லா இடத்துலையும் இருக்கக்கூடிய ஃப்ரெண்ட்ஸ்களுக்கு இது கனெக்ட் ஆகும். நீங்க வந்திருக்கிற எல்லாரும் இந்த படத்தை அடுத்த கட்டத்துக்கு மூவ் பண்ணணும். தேங்க்யூ தேங்க்யூ தேங்க்யூ. எல்லாருக்கும் வணக்கம். நான் இதான் ஃபர்ஸ்ட் டைம் மைக்கில் பேசுகிறேன், அதை தப்பாக தான் மன்னிச்சுடுங்க. நீங்கள் எல்லாம் பார்த்துருப்பீங்க, கமல் படம், குணா படம், இது எல்லாருமே நீங்கள் லவ் மூடில் பார்த்துருப்பீங்க. ஆனால் அந்த லவ் உண்மையாலுமே அந்த லவ் பிரியவே பிரியாத ஒரு லவ் அது இந்த படத்தில் இருக்கு. நானே இப்போதான் ஃபீல் பண்ணேன். நான் ஓ இப்படி ஒரு லவ் இருக்கு, நம்ம ஏன் தேவையில்லாம மேக்ஸ் லவ் எல்லாம் பண்ணி உண்மையுமே லவ்னா இதுதான். இந்த பாட்டுக்கான உண்மையான அர்த்தம் இந்த படத்துல இருக்கு. நீங்க இந்த படத்தை பார்க்கும்போது அந்த பாட்டை ஃபீல் பண்ணும்போது உண்மையாலுமே சொல்றேன், உங்க ஃப்ரெண்ட்ஸை நீங்க நினைக்கலன்னா நான் இவன் நடிக்கிறதே விட்டுறேன். தயவு செஞ்சு சொல்றேன், கேரளா மக்கள் எல்லாருக்கும் சொல்றேன், இல்லை வேர்ல்டு வைஸ் சொல்றேன், நான் இந்த படத்தை கண்டிப்பா பாருங்க. உங்களுக்கு பாஷை புரியலன்னா கூட யாரையும் கேட்டு தெரிஞ்சுங்க. இந்த படம் பாருங்க, உங்களுக்கு நீங்க கொடுக்குற காசுக்கு 100% ஒர்த்தா இருக்கும். நாங்கள் அவ்வளோ கஷ்டப்பட்டுக்கிறோம். அவர் சொன்ன மாதிரி தான் காலையில் 2 மணி நேரம் 3 மணி நேரம் ஷூட் பண்ணுவோம், அப்புறம் பிரேக் விட்டுருவாங்க. நான் நடிக்கும்போது அப்படி நினைச்சேன், மலையாள படம் கொஞ்சம் பட்ஜெட்டில் பண்ணுவாங்க, இவ்வளோ டைம் வேஸ்ட் பண்ணுறாங்களே அப்படின்னு. படம் பார்க்கும்போது அதெல்லாம் மறந்துட்டேன். இது மலையாள படமா இல்லை தமிழ் படமா ஹாலிவுட் படமாங்கிற மாதிரி இருந்தது. உண்மையாலுமே செட் ஒர்க்கெல்லாம் எது செட்டு எங்களுக்கே நம்ப முடியல. எந்த பாறையில் நாங்கள் நிற்கலாம், எந்த பாறையில் உட்காரலாம், எங்களுக்கு எதுவுமே தெரியல. நாங்கள் சேலஞ்சு பண்ண ஒருத்தர்கிட்ட 500 ரூபாய் சேலஞ்சு பண்ண, இது உண்மையாக நடந்தது. 500 ரூபாய் சேலஞ்சு பண்ண, ஒரு ரோடு செட்டு போட்டிருந்தாங்க, ஒரு கல் இருந்தது. அந்த கல் வந்து நான் வந்து செட்டுன்னா அவர் இல்லைனாரு. 500 ரூபாய் சேலஞ்சுனா உண்மையில நான் வெயிட் பண்ண செட்டு, அது நம்ப மாட்டேங்க, அப்படி இருந்தது, தத்ரூபமாக இருந்தது. அந்த பார்க்குற அந்த மரம் கூட செட்டு தான். நீங்கள் நம்ப மாட்டீங்க, உண்மையாக அவ்வளோ நீங்கள் கண்டிப்பாக நீங்கள் கொடுக்குற காசுக்கு ஒர்த்தாக இருக்கும் இந்த படம். எல்லாரும் தேட்டரில் போய் பாருங்கள், எங்களை சப்போர்ட் பண்ணுங்கள். அப்போ தான் இந்த மாதிரி படத்தை நீங்கள் கண்டிப்பாக ரெகுலராக பார்க்க முடியும். இந்த டீமும் வந்து அடுத்தடுத்து படம் பண்ணுறதுக்கு உங்களோட ஹெல்ப் ரொம்ப முக்கியமாக இருக்கும். தேங்க்யூ, நன்றி. சந்து சரிகுமார். അതെയും താണ്ടി പിടിതമാണ് അത്രയും മഞ്ജുമേസിനെ പറ്റി പറയാറുണ്ട്. നിങ്ങളെല്ലാവരും പോയി പടം കാണാം, വീട്ടിൽ പോയി പടം കാണാം, ഞങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക പറയാനുള്ളൂ. വിഷ്ണു നമസ്കാരം. ഓക്കെ, ഞാൻ ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ആളാണ്. ഇന്ന് പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. സംഭവം
പിന്നെ ബാക്കി എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് ഈ സിനിമയില്. ഓക്കെ, താങ്ക് യു. എല്ലാവരും അഭിപ്രായം പൊതുവാണ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇത്രയും പ്രഗത്ഭരായ കലാകാരന്മാരുടെ കൂടെ ഈ വേദി പങ്കിടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. വളരെയധികം സന്തോഷം. ഇന്ന് ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഞാനും ആദ്യമായിട്ടാണ് ഇന്ന് ഈ സിനിമയുടെ ഒരു ഫൈനൽ ഔട്ട് കാണുന്നത്. സാധാരണ നമ്മൾ അഭിനയിക്കുന്ന സിനിമകൾ നമ്മൾ കാണാൻ പോകുന്ന പതിവുണ്ടെങ്കിലും ഇന്ന് ഈ സിനിമ കണ്ടു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ഉള്ളും മനസ്സും കണ്ണും നിറഞ്ഞിട്ട് ചിദംബരം ഗ്രേറ്റ് ജോബ് ഇവിടെ മികച്ച സിനിമയാണ്. മലയാളത്തിലെന്നല്ല, ഈ ലോകത്തിന് തന്നെ ചിദംബരം, സൗബിയും, ഷോൺ ആന്റണിയും, അജയേട്ടനും, ബാസിലും, സുഷിനും, ഗഡുവും എല്ലാവരും കൂടെ സമ്മാനിച്ചിരിക്കുന്നത്. എൻ്റെ ഭാഗമാകാൻ പറ്റിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വിജയ് സാറും പറഞ്ഞതുപോലെ ഇത് ഒരു ലോക സിനിമയായിട്ട് തന്നെ അറിയപ്പെടട്ടെ, അത്രേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. എനിക്ക് രണ്ടുപേരെയും കൂടെ അതിൽ പടത്തിലുള്ള മെയിൻ 2 ടെക്നീഷ്യൻസിനും കൂടെ ഷിജിൻ ഹട്ടൻ, ഫസൽ ബക്കർ, നമ്മുടെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, ശ്രീരാമൻ വിളിച്ചു ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ശ്രീരാഗ്. ഇതിന്റെ ഈ പടത്തിന് വേണ്ടി രാവും പകരുന്നില്ലാതെ മിഡിൽ ഫിഗർ പോയ ഒരു മനുഷ്യനാണ്. ഷിജിൻ എനിക്ക് പരിചയപ്പെടുത്താം. അതായത് ഷിജിൻ ഞാൻ ആക്ച്വലി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിലൊരു സീനിയറായിരുന്നു. അപ്പം പുള്ളിനെ കണ്ടിട്ടൊക്കെയാണ് ഞാൻ ആക്ച്വലി ഫ്രൂട്ടി ലൂപ്സിലോട്ട് കയറുന്നതും. എൻ്റെ മെയിൻ ഇൻസ്പിറേഷൻ ആയിരുന്നു ഈ പുള്ളി. ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. ഫസൽക്കായിട്ട് വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ സംസാരിക്കാം. അതുകൊണ്ട് നമ്മുടെ കുടുംബ സ്റ്റുഡിയോക്കാരനായ വിക്കി സപ്താർ സ്റ്റുഡിയോ പ്രൊപ്പറേറ്ററുമായ വിക്കി എന്താ പറയുന്നത് ഞങ്ങൾക്കറിയില്ല. കാരണം നോർമലി ആക്ച്വലി സൗണ്ട് ഡിസൈനേഴ്സ് അതുപോലെ ടെക്നീഷ്യൻസ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാറില്ല. ഞാൻ കൂടുതലും ഹിന്ദി പടങ്ങൾ ചെയ്തിട്ട് ഒരാളാണ്. അപ്പം വളരെ കുറച്ച് മലയാളം പടമേ ചെയ്തിട്ടുള്ളൂ. സുഷിനാണ് എന്നെ ആക്ച്വലി ഈ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് വിളിച്ചത്. പിന്നെ ചിതുപോലുള്ള ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയതെന്നൊരു വലിയ ഭാഗ്യം. ഷിജിൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ ചുമ്മാ കാക്കയുടെ സൗണ്ട് വിളിക്കുന്നത്. നല്ല പരിപാടി വിളിച്ചത്. അപ്പം എല്ലാം അടിപൊളിയായിട്ട് വന്നതിന് നല്ല ഒരു ഹാപ്പിയാണ്. അല്ല, അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഒരുപാട് സിനിമകൾ മിക്സ് ചെയ്ത് ഒരുപാട് സിനിമകളിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മിക്സിംഗ് എഞ്ചിനീയറും ഇങ്ങനത്തെ ഒരു പ്രസ് മീറ്റിൽ ഇങ്ങനെ വിളിച്ചത്, ഇവിടെ ഇങ്ങനെ ഒരു ഇത് കിട്ടിയത് വളരെയധികം ഒന്നുമില്ല. ചിതുവിന്റെ ഫ്രണ്ടാണ്. ചിതുവിന് മുന്നത്തെ പടം ചെയ്ത സൗണ്ട് ഡിസൈനർ. ഇത് എന്താ പറയുക, മഞ്ഞുമൽ എൻ്റെ വർക്ക് അല്ലെങ്കിൽ പോലും ഞാൻ മഞ്ഞുമലിൻ്റെ ഒരു ഭാഗമാണ്. അത് തുടക്കം മുതൽ അവസാനം വരെ ഞാൻ അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ആഘോഷിക്കുന്നു. ഇപ്പം എല്ലാവരും കൂടെ വന്ന് വളരെയധികം സന്തോഷം. താങ്ക് യു. പിന്നെ അതുപോലെ മഞ്ഞൾ വോയിസിൽ 2 എന്താ പറയുക, ഒരു ദിവസം നടക്കുന്ന ഒരു കഥയാണ്. പക്ഷെ അതിൽ കോസ്റ്റ്യൂം ചെയ്യുന്ന വെച്ചെങ്കിൽ ആ കോസ്റ്റ്യൂമിന് കാരണം നമ്മളെല്ലാവരും 11 പേര് എല്ലാവർക്കും ഓരോ സെയിം ഡ്രസ്സാണെങ്കിൽ പോലും അത് ഈ പറയുന്ന 103 ദിവസം സെയിം ഡ്രസ്സ് ഇടാൻ പറ്റില്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിന് അതിനുവേണ്ടി കാരണം ഇടയിൽ ഓരോരുടെ സൈസ് മാറുന്നുണ്ട് കോസ്റ്റ്യൂമില്ല. കാരണം കുറച്ച് നാളായല്ലോ. അതിനനുസരിച്ച് നമ്മുടെ കൂടെ നിന്ന് മഷറാം സാറ്, മഷറാണ് നമ്മുടെ കോസ്റ്റ്യൂം. കാരണം അതിൽ വലിയൊരു പോയിട്ടുണ്ട്. കാരണം ആ കാല സമയം, അതിൻ്റെ ഇയർ 2006 ആ സമയത്ത് വരുന്ന എല്ലാ കാര്യത്തിലും ഭയങ്കര സത്യമായിട്ടും അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്. കാരണം
ഒറ്റ കോസ്റ്റ്യൂം കാണുമ്പോൾ ഒറ്റ കോസ്റ്റ്യൂമാണ്, പക്ഷെ അത് മുഴുതിയിലും എന്താ പറയുക അതിൻ്റെ കൂടെ നിൽക്കാന്ന് പറയുന്നത് അതിൻ്റെ നന്നായിട്ട് അതിൻ്റെ ഫെയ്ഡ്, അതിൻ്റെ എന്താ പറയുക നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെയുള്ള ഒരു വ്യക്തിയാണ് നമ്മളെ ഈ പടത്തിൽ ചില്ലെടുത്ത രോഹിത്. ഇതിന്റെ ഏറ്റവും രോഹിത് കയറും, ആ കൂട്ടത്തിൽ മാസ്റ്റർ സംസാരിക്കും. ചിദംബരം സൗഭിക്കാൻ ഈ സിനിമയിലെ കോസ്റ്റ്യൂമിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മെയിൻലി ഇവര് ടൂർ പോയതിലേക്ക് ഒറിജിനൽ ആൽബം ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ സമയത്ത്. അപ്പം എന്തായിരുന്നു ആ സമയത്ത് ആ ഒരു ടൈമിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ക്ലോത്ത്സുകളും വാച്ചുകൾ ഫുഡ് വെയർസ് അതൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ശരിക്കും ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു സാധനം ഉണ്ടായിരുന്നു ഓൾറെഡി. ആ സിനിമ തീരുന്ന സമയത്ത് കാണിക്കുന്ന ആ ആൽബം ഫോട്ടോസിൽ വരുന്ന ഫോട്ടോസാണ് ഈ സിനിമയുടെ ഒരു ടോട്ടൽ റെഫറൻസ്. അത് വെച്ചിട്ടാണ് ഈ പടം ടോട്ടലി വർക്ക് ചെയ്തിട്ടുള്ളത്. സോ സിനിമ ഹാപ്പിയാണ്, സന്തോഷമുണ്ട് സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിലും വർക്ക് ചെയ്യാൻ പറ്റിയതിലും. താങ്ക് യു. താങ്ക് യു ചിതുഭായി സൗഭിക. എന്താ വെച്ചാൽ ഈ പടത്തിന് മെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത് ഈ 11 പേരെ ഒരുമിച്ച് പോസ്റ്റർ ഒറ്റ ഫ്രെയിം ആയിട്ട് കൊണ്ടുവരാനാണ്. എനിക്കൊരു പ്രീ പ്രൊഡക്ഷനിൽ എന്താ പറയുക അവരുടെ ആൽബം തന്നു, അതുപോലെ ഷൂട്ട് ചെയ്യാം, നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റി. താങ്ക് യു. പോസ്റ്റർ ലൈക്ക് ടൈറ്റിൽ ഡിസൈനിങ്ങും ഈ പടത്തിൻ്റെ സ്റ്റോറി ബോർഡിൽ ഇമ്പോർട്ടൻ്റ് ആയ ലൈക്ക് നമ്മുടെ ഫോണിൻ്റെ ഒക്കെ സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്ത് അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ തൊട്ടുള്ള എല്ലാ സിനിമകളും വലിയ സിനിമകൾ ചെയ്ത ഒരു മനുഷ്യനാണ് പവി സർക്കാസൻ. താങ്ക് യു എല്ലാവർക്കും. ആദ്യമായിട്ട് ഞാനീ പറഞ്ഞ സിനിമയുടെ പിന്നണി പരിപാടിയിലാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവർക്കൊക്കെയാണ് കൂടുതലും ഞാനുമായിട്ട് ഇൻട്രാക്ടിങ് അതൊക്കെ അവർക്കൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ ഇതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനൊരു എനിക്കൊരു മൈൽ സ്റ്റോൺ ഫിലിമാണ് മഞ്ഞുമൽ എന്ന് പറയുന്നത്. കാരണം ഈ പടത്തിൽ സൗഭികയിടയ്ക്ക് പരത്തിയോട് ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട്, നീയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. ലൈക്ക് അങ്ങനെയാണ് എനിക്കിതിൻ്റെ ആദ്യം എനിക്ക് ഡോക്യുമെൻ്ററി അത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഈ സിറ്റുവേഷനിൽ നമ്മളൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് വേണ്ടി നമ്മൾ എന്തുവരെ പോകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ എന്നോട് തന്നെ ചോദിച്ചോളൂ, എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ഒരു സീൻ വന്നാൽ ഞാൻ ചെയ്യുന്നത്. അവിടെയാണ് എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നതും. അങ്ങനെ ഇതിനകത്ത് ടൈറ്റിൽ പിന്നെ അതിൻ്റെ സ്റ്റോറി ബോർഡ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ് മീറ്റിലൊക്കെ വന്നിരിക്കാൻ പറ്റുന്നത്. ഒരു സത്യം ഒരുപാട് നന്നായിട്ട് ചിദംബരം സൗഭിക എല്ലാവരും. പിന്നെ എന്താ പറയുക, നമുക്ക് ഒരു മൂടല്ലേ ഇങ്ങനെയുള്ള ഇത്ര അടിപൊളി ടെക്നീഷ്യന്മാരോട് നമ്മളും അതിനകത്തുണ്ടെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. പടം നല്ലൊരു പടമാണ്. എൻ്റെ മനസ്സിലൊന്നല്ല, എൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ പടം ഒരു ഇമ്പോർട്ടൻ്റ് സിനിമ ആയിട്ടുണ്ടാവും. എല്ലാവരും കാണാം. താങ്ക് യു. ഇതിൻ്റെ ഒരു കോ പ്രൊഡ്യൂസറായിട്ടുള്ള ഷോൺ ആൻ്റണി ഉണ്ട്. പ്രൊഡ്യൂസർ ഷോൺ ആൻ്റണി ഇവിടെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ സൗണ്ട് നമ്മുടെ റെക്കോർഡിങ് വൈശാഖ് നമ്മുടെ ചാനലിൽ തൊട്ടുള്ള ചില ആദ്യ സിനിമകളുണ്ട്. പിന്നെ പറയേണ്ട കാര്യമില്ല, ഇത് സ്റ്റേറ്റ് ഓഫ് ജാനമല്ലാണ് കണ്ടക്ടർ കൂടെ ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം മഞ്ഞുമൽ ബോയ്സിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വൈശാഖിന്റെ ഷോർട്ട് ഫിലിം വർക്ക് ചെയ്ത കാര്യം പറയാം. അതെ, ഞാൻ ആദ്യമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഗണപതി ഒരു ഷോർട്ട് ഫിലിം കഴിഞ്ഞ കൊറോണ സമയത്ത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് ഒരു വർക്ക് ഒരുമിച്ച് ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നെ അതിൽ നിന്നും പരിചയപ്പെട്ടു.
കൂടെ വർക്ക് ചെയ്തു. ശേഷം ജാനമല്ലിക്ക് എന്നെ വിളിച്ചു, വർക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചു. അതിന് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ മഞ്ഞുമൽ ബോയ്സിന് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഇതാ ഇവിടെ നിന്ന് സംസാരിക്കും. താങ്ക് യു വെരി മച്ച്. ബാസ് സംസാരിച്ചിട്ടില്ല. ബാസ് 2 വാക്ക് പറ പ്ലീസ്. നീ പറ. ഹലോ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വെരി ഹാപ്പി. എല്ലാവർക്കും ഒരു was an effort to stay true to this story that happened in 2006. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് കുറച്ച് പേര് പുറത്ത് പോയി, കൊടൈക്കനാലിൽ പോയി പരിപാടി നടത്തിയിട്ട് തിരിച്ചു വന്ന് എൻ്റെ ഒരു കഥ പറയാനായിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ മഞ്ഞുമൽ ബോയ്സ് തന്നെയായിരുന്നു. അപ്പോൾ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ദ റിയൽ മഞ്ഞുമൽ ബോയ്സ്. And I invite all of them to stage.